അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മെക്സിക്കൻ ബ്രെഡായ ടോട്ടിയ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ പാക്കറ്റിൽ വാങ്ങാനും കിട്ടും, പക്ഷെ വീട്ടിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇത് രണ്ട് വിധത്തിലുണ്ടാക്കാം. ഒന്ന് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചിട്ടും, പിന്നെ ഞാൻ ഇന്നുണ്ടാക്കുന്ന പോലെ വളരെ ഈസിയായ രീതിയിലും ഉണ്ടാക്കിയെടുക്കാം. ഇത് പൊതുവെ ചിക്കൻ റാപ്പും ഷവർമയൊക്കെ ഉപയോഗിക്കാൻ പറ്റും, അല്ലാതെ നമുക്ക് വെറുതെ കറിയും കൂട്ടിയിട്ടും കഴിക്കാൻ പറ്റും. അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ടോട്ടിയ ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് വേണ്ടുന്നത് മൈദയാണ്. ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആദ്യം ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. അത് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് കട്ടകളില്ലാതെ കലക്കിയെടുക്കാം. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. എന്നാൽ മാത്രമേ ഞാനെടുത്ത വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. കട്ടകളില്ലാതെ നല്ലപോലെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പാൽപ്പൊടി, 1 ടീസ്പൂണ് പഞ്ചസാര, 1/2 ടീസ്പൂണ് ഉപ്പും ചേർത്തിട്ട് ഇതും നല്ലപോലെ കലക്കിയെടുക്കാം. പാൽപ്പൊടിയും പഞ്ചസാരയും ഉപ്പൊക്കെ നല്ലപോലെ കലക്കിയെടുത്തിട്ടുണ്ട്. നമ്മളെ മാവ് റെഡിയായി. ഇനി ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ചുട്ടെടുക്കാം. അപ്പം ഈ ഒരു കട്ടിയിലാണ് വേണ്ടത്. ഇതിലധികം കട്ടിയാവാനും പാടില്ല, ലൂസാകാനും പാടില്ല. ടോട്ടിയ ബ്രെഡ് ചുട്ടെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഫ്രൈ പാൻ ചൂടാക്കിയിട്ടുണ്ട്. ചൂടായതിന് ശേഷം തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഒരു കയ്യിൽ മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളെങ്ങനെയാണോ ദോശ ചുടുന്നത് അതുപോലെ ചുറ്റിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്പൂൺ കൊണ്ട് മെല്ലെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ദോശക്ക് ഒരു ഓട്ട വരുന്നില്ല, അതുപോലെ വരും. നമ്മളെ റോട്ടിൻ്റെ ഷേപ്പ് കിട്ടൂല. ദോശൻ്റെ മേൽഭാഗം കംപ്ലീറ്റ് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ഇതുപോലെ ഡ്രൈ ആയതിനു ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. വീണ്ടും ഇത് തിരിച്ചും മറിച്ചിട്ടിട്ട് ചുട്ടെടുക്കാം. മെക്സിക്കൻ ടോട്ടിയ ബ്രെഡ് റെഡിയായി. ഇനി ഇതെടുത്ത് ഒരു കിച്ചൺ ടിഷ്യൂ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും ഒരു ടിഷ്യൂ വെച്ച് കൊടുത്ത് വീണ്ടും കിച്ചൺ ടവൽ വെച്ചിട്ട് അടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ബ്രെഡ് വളരെ സോഫ്റ്റായി കിട്ടും. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. മുഴുവൻ ടോട്ടിയ ബ്രെഡും ചുട്ടെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റായ ലിക്വിഡ് ഡോ മെക്സിക്കൻ ടോട്ടിയ ബ്രെഡ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.